എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. 1200 ആണ്ട് ധനുമാസത്തിലെ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേർന്നതാണ് കർക്കിടകക്കൂറ്. 16-12-2024 മുതൽ 13-1-2025 വരെയുള്ള ജ്യോതിഷപരമായ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 4-1-2025 ആദിത്യ ബുധ യോഗം ധനുരാശിയിലാണ് നടക്കുന്നത്. ഈ യോഗം വളരെ ഗുണഫലങ്ങൾ നൽകുന്നു. എന്തിനിറങ്ങി തിരിച്ചാലും കാര്യസാധ്യം ഉണ്ടാകും. ധനലാഭം, മനസ്സന്തോഷമെല്ലാം ലഭിക്കുന്നു. കൂടാതെ 28-12-2024 ശുക്രശനീശ്വര യോഗവും എല്ലാ കഷ്ടതകളെയും മാറ്റി ഗുണഫലങ്ങൾ നൽകുന്നു. കലഹം, വഴക്ക്, അതികഠിന ഉപദ്രവങ്ങൾ, അന്യസ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ, അന്യപുരുഷന്മാർ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ ഇതെല്ലാം മാറിയിട്ട് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ധനം ലഭിക്കുന്നു. ദാനധർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു. പല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രയോജനം ഉണ്ടാകുന്നു. ഗൃഹത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞവർക്ക് പാല് കാച്ചാനും വീടിന് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനും സാധിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ആലോചനകൾ വരികയും അവയിൽ ചേരുന്നതിനെ ഉറപ്പിക്കാനും സാധിക്കുന്നു. സൂര്യൻ 6ാമത്തെ രാശിയിൽ, അതായത് ധനുരാശിയിൽ സഞ്ചരിക്കുന്നു. പല രോഗങ്ങളും ദുഃഖങ്ങളും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കും ശമനം വരുന്നു. ധനലാഭം കിട്ടുന്നു. സൂര്യന് ധനുരാശി ബന്ധുക്ഷേത്രമാകയാൽ പാപത്വം കുറയുന്നു. ആയതിനാൽ ഗുണഫലങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാകുന്നു. ചന്ദ്രൻ 12ാം രാശിയിൽ, അതായത് മിഥുന രാശിയിലാണ് ആ സമയം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കുറേ തടസ്സങ്ങളുണ്ടെങ്കിലും അത് ചന്ദ്രന് മിത്രക്ഷേത്രമാകയാൽ അവിടെ ശുഭത്വം വർദ്ധിച്ച് അതെല്ലാം ലഭിക്കുന്നു. നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. കുജൻ ജന്മത്തിൽ, അതായത് കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. ദേഹത്തിന് പലവിധ കഷ്ടതകൾ വന്നേക്കാം. ഈ സമയത്തേക്ക് രോഗങ്ങളും പല കഷ്ടതകളും വരാം. അത് കർക്കിടക രാശി ചൊവ്വയ്ക്ക് പാപത്വം ഇരട്ടിക്കുന്നു, നീചക്ഷേത്രമായതാൽ. അതിനാൽ മോശഫലങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ചൊവ്വ 5ാം രാശിയിൽ, അതായത് വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നു. മക്കളോടും ഭാര്യയോടും കലഹം വരാൻ ശ്രദ്ധിക്കുക. ബുധന് വൃശ്ചികൻ രാശി സമക്ഷേത്രമാകയാൽ ശുഭത്വം നിലനിൽക്കുന്നു. ആയതിനാൽ വലിയ കലഹങ്ങൾ വരുവാനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നു. എങ്കിലും വളരെ ശ്രദ്ധിക്കുക. ബുധൻ 4-1-25 ധനുരാശിയിലേക്ക് മാറുന്നു, 6ാം രാശിയിലേക്ക്. മിക്ക കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും എല്ലാത്തിനും ഗുണഫലം ലഭിക്കുന്നു. സൗഭാഗ്യം ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റവും ഇഷ്ടതലത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റവും ലഭിക്കുന്നു. ബുധന് ധനുരാശി സമക്ഷേത്രം ശുഭത്വം നിൽക്കുന്നു. ഈ സമയം ആദിത്യബുധ സംയോഗം നടക്കുന്നതിനാലും വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഇനി ഗുരു 11ാം രാശിയായ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം, ഡിമോഷൻ കിട്ടാം, തരം താഴ്ത്തപ്പെടാം, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചില്ല എന്ന് വരാം. എങ്കിലും ഗുരുവിന് ഇതെല്ലാം നഷ്ടപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. കാരണം ഗുരു 11ാം രാശി ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും കുറച്ച് മോശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗുരുവിന് ഇടവം രാശി ശത്രുക്ഷേത്രമാകയാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശുക്രൻ 7ാമത്തെ രാശിയായ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്നു. അന്യ സ്ത്രീകളിൽ നിന്നും അന്യ പുരുഷന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾ വരുവാനുള്ള സാധ്യത ധാരാളമായി കാണുന്നു. ശുക്രൻ മകരം മിത്രക്ഷേത്രമാകയാൽ ശുഭത്വം വർദ്ധിക്കുന്നു. ആയതിനാൽ ഉപദ്രവങ്ങൾ കുറയുന്നു. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ശുക്രൻ 28-12-2024 കുംഭൻ രാശിയിലേക്ക് മാറുകയാണ്. ശുക്രൻ 8ാമത്തെ രാശിയായ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. കൂടാതെ ശനീശ്വര യോഗവും അവിടെ നടക്കുന്നു. ശുക്രശനീശ്വര യോഗം അവിടെ നടക്കുന്നു. പുതിയ വീട് ലഭ്യമാകാം, വീട്ടുപകരണങ്ങൾ വാങ്ങാം, വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കാം, സ്വർണം മുതലായ ലോഹങ്ങൾ ലഭിക്കാം. ശുക്രന് കുംഭം രാശി മിത്രക്ഷേത്രമാകിയാൽ ശുഭത്വം വർദ്ധിക്കുന്നു. എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കുന്നു. ശനീശ്വരൻ 8ാമത്തെ രാശിയായ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. അഷ്ടമശനിയാണ്. ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവാധീനക്കുറവ് വന്നേക്കാം. ശത്രുക്കൾ എല്ലാം വർദ്ധിക്കാം. ശത്രുശല്യം കൂടാം. രോഗാരിഷ്ടതകൾ, എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നെങ്കിൽ അത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം വരാം. ശനീശ്വരന് കുംഭം രാശി സ്വന്തം ക്ഷേത്രമാകിയാൽ പാപത്വം കുറയുന്നു. എന്നാലും ഈ ഉപദ്രവങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക. രാഹു 9ൽ, അതായത് മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ബന്ധുജന വിരോധം വരാം. നമ്മളെ ബന്ധുക്കൾ, നമുക്ക് മിത്രങ്ങളായിരിക്കുന്ന ബന്ധുക്കൾ പോലും നമുക്ക് പിരിഞ്ഞ് പിണങ്ങിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും തടസ്സം വരാം. പോലീസിൽ പരാതികൾ ആരെങ്കിലും കൊടുക്കാം. കോടതിയിൽ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക.
കേതു 3-ലായത് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ധാതുപ്രാപ്തി വരാം, ധാരാളം ധനം ലഭിക്കും, ദൈവാധീനം ഉണ്ടാകാം, അതായത് ദൈവ കടാക്ഷം ഉണ്ടാകാം, ശത്രുക്കൾ അടങ്ങിയിരിക്കാം. ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലങ്ങളിലെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും ഗ്രഹങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നു. മുൻകൂട്ടി ഈ അവസ്ഥകളെ നമ്മെ അറിയിക്കുന്നു. അതാണ് ഗ്രഹങ്ങളുടെ ജോലി. മോശാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണമെന്നതാണ് പ്രധാന കാര്യം. ഇവിടെ ചൊവ്വയും ബുധനും ഗുരുവും ശനീശ്വരനും രാഹുവും മോശഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഷൺമുഖ ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയും അവതാരമൂർത്തികളായ ഭഗവാന്മാരെയും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും ശ്രീധർമ്മശാസ്താവിനെയും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെയും ദുർഗാദേവിയെയൊക്കെ ആരാധിക്കുക. അതുപോലെ ശ്രീധർമ്മശാസ്താവായ അയ്യപ്പസ്വാമിയെ ആരാധിച്ചാലും മാത്രം മതി, ഗുണഫലങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അയ്യപ്പസ്വാമിയെ ശരണം പ്രാപിക്കുക, ഭഗവാൻ എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്നതാകുന്നു. ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുന്നതിന് ജാതക പരിശോധന ആവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രത്നധാരണപരമായതോ രുദ്രാക്ഷധാരണത്തിനോ പരമായിട്ടുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാകുന്നു. നന്ദി, നമസ്കാരം.